ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മൊഡ്യൂൾ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ റോപ്പ് 9 meter ലോങ് ഈസ് കണക്റ്റഡ് അറ്റ് എ ആൻഡ് ബി 2 points ഓൺ ദ സെയിം ലെവൽ 8 meter അപ്പാർട്ട്. എ ലോഡ് ഓഫ് 300 Newton ഈസ് സസ്പെൻഡഡ് ഫ്രം എ പോയിന്റ് സി ഓൺ എ റോപ്പ് 3 meter ഫ്രം എ. വാട്ട് ലോഡ് connected to a point D on the rope 2 meter from B is necessary to keep position CD parallel to AB. ഇവിടെ ഇവർ പറഞ്ഞേക്കണം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു 9 meter ലോങ് റോപ്പ് ഉണ്ട്. ഓക്കെ, ഇതാണ് റോപ്പ്. ഇത് ACDB ആണ് റോപ്പ്. ഈ 9 meter ലോങ് റോപ്പിൽ ഇവിടെ 3 meter ആണെന്ന് തന്നിട്ടുണ്ട്, ഇവിടെ 2 meter ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ CD 4 meter ആയിരിക്കും. പിന്നെ തന്നേക്കുന്നത് ഈ എയും ബിയും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് 8 meter ആണെന്നും തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു 300 Newton വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്ര ന്യൂട്ടൺ വെയിറ്റ് ആക്ട് ചെയ്യണം? എന്തിനു വേണ്ടി? ഈ CD-നെ AB-ക്ക് പാരലായിട്ട് നിർത്താൻ വേണ്ടി ഇവിടെ എത്ര വെയിറ്റാണ് കൊടുക്കേണ്ടത് ഇത് പാരലാവാൻ വേണ്ടി? അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഞാൻ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പാരലാക്കാൻ നമുക്ക് ഈ 2 പോയിന്റ് ഇക്വിലിബ്രിയത്തിലാക്കണം. ഓക്കെ, എന്നാലേ ഇത് പാരലാവുള്ളൂ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ 2 കൺസ്ട്രക്ഷൻ വരയ്ക്കണം. അതായത് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ സിയിലോട്ട്, പിന്നെ ഇവിടെ നിന്ന് എഫ് എന്നൊരു പെർപെൻഡിക്കുലർ ഡിയിലോട്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾ നമുക്ക് കിട്ടിയില്ലേ? ഈ AECയും BFDയും 2 ട്രയാങ്കിൾ കിട്ടി. ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഈ ഹൈപ്പോട്ടെന്യൂസ്, അതായത് AECയുടെ ഹൈപ്പോട്ടെന്യൂസ് 3ഉം FBDയുടെ ഹൈപ്പോട്ടെന്യൂസ് 2 മീറ്ററുമാണ്. അപ്പോൾ നമുക്കിവിടെ 4 meter ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ EF 4 meter ആണെന്ന് എഴുതാലോ, അല്ലേ? പാരലാണ്, ഈ സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ EF 4 meter ആണ്. ഇനി നമുക്ക് AEനെ X ആക്കി എടുക്കാം. അറിയില്ലല്ലോ, അപ്പോൾ അതിനെ നമുക്ക് X ആക്കി എടുത്തു നമ്മൾ. അപ്പോൾ AEX. അപ്പോൾ എന്തായിരിക്കും ഈ FBക്ക് എന്ത് കൊടുക്കണം? മൊത്തത്തിലുള്ളത് 8 meter ആണ്. ഇവിടെ ഉള്ളത് 4, ഇവിടെ ഉള്ളത് X. അപ്പോൾ ഈ 8 നിന്ന് ഈ 4ഉം Xഉം കുറച്ചാൽ ഇവിടുത്തെ കിട്ടിയില്ലേ? അതായത് എത്ര? 8 minus 4 plus X. That is equal to 8 minus 4 minus X. That is equal to 4 minus X. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് 4 minus X വന്നത്. അതാണ് അപ്പോൾ FB 4 minus X ആണ് ഇവിടുത്തെ ലെങ്ത്. ഇത് X, ഇത് 4 minus X. പിന്നെ നമുക്ക് ഈ EC ഉണ്ടല്ലോ, ഇതിന് നമുക്ക് Y എന്നൊരു വേരിയബിൾ കൊടുക്കാം. അതും അറിയാത്തതുകൊണ്ട് ഇത് Y ആവുമ്പോൾ ഇതിനെ നേരെ പാരലായി നിൽക്കണ ഇതെന്തായിരിക്കും? ഇതും Y ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അൺനോൺസ് എന്തൊക്കെയാണ് വേണ്ടത് നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇതിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഈ ആംഗിളിനെ ഫൈ എന്നും വിളിക്കാം. 2 ആംഗിൾ. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണത് ട്രയാങ്കിൾ AEC എടുക്കണതാണ്. കാരണം നമുക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കണ ഈ അൺനോൺസ് ഉണ്ടല്ലോ, Xഉം Yയും, ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ആദ്യം ട്രയാങ്കിൾ AEC എടുക്കാം. ഇൻ ട്രയാങ്കിൾ AEC ഇവിടെ ഹൈപ്പോട്ടന്യൂസ് തിയറം വെച്ചിട്ട്, പൈതഗോറസ് തിയറം വെച്ചിട്ട് 3² ഈസ് ഈക്വൽ ടു എന്തെഴുതാം? X² plus Y² എന്ന് എഴുതാലോ. അപ്പോൾ X² plus Y². 3² is equal to X² plus Y². ഇതിൽ നിന്ന് നമുക്ക് Y²ൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Y² is equal to 3² minus X² എന്ന് എഴുതാം. നമ്മൾ ഇക്വേഷൻ 1 ആക്കി മാറ്റി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് Yയുടെ ഇക്വേഷൻ, Y²ൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണ? DFB ഈ ട്രയാങ്കിൾ എടുക്കാൻ പോകണതാണ്. ഇൻ ട്രയാങ്കിൾ DFB സെയിം ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 2² ഈസ് ഈക്വൽ ടു 4 minus X whole square plus Y² എന്ന് എഴുതാലോ. അപ്പോൾ 2² ഈസ് ഈക്വൽ ടു 4 minus X whole square plus Y². അതായത് 2² ഈസ് ഈക്വൽ ടു
4 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 4 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായി. അതായത് 4 ഇസ് ഈക്വൽ ടു 16 മൈനസ് 8x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായി. നമ്മൾ സെക്കൻഡ് ഇക്വേഷനായിട്ട് വെക്കണേണ്. ഇനി ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ടല്ലോ ഈ സെക്കൻഡ് ഇക്വേഷനിൽ, ഇതിന് പകരം നമ്മൾ വൈ സ്ക്വയറിൻ്റെ വാല്യൂ 1 നിന്ന്, അതായത് എക്സിൻ്റെ ടേംസിലുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വൈക്ക് പകരം നമ്മൾ 4 ഇസ് ഈക്വൽ ടു 16 മൈനസ് 8x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നും കൂടി എഴുതും. മനസ്സിലായല്ലോ എങ്ങനെ വന്നതെന്ന്? അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ? 4 ഇസ് ഈക്വൽ ടു 16 മൈനസ് 8x പ്ലസ് 9, അതായത് 4 ഈസ് ഈക്വൽ ടു 25 മൈനസ് 8x. എക്സ് ഈസ് ഈക്വൽ ടു 21/8 കിട്ടും, അതായത് 2.625. ഇതാണ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഒരെണ്ണം സോൾവ് ആയില്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 2.625. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മൾ കൺസിഡർ ചെയ്ത അതേ ട്രയാങ്കിൾ AECയിൽ ഒരു അൺനോൺ ആംഗിൾ കിടപ്പുണ്ടല്ലേ, തീറ്റ. അപ്പോൾ നമുക്കൊരു അൺനോൺ സൈഡ് കിട്ടിയിട്ടുണ്ടല്ലോ എക്സ്. അപ്പോൾ ഈ അൺനോൺ സൈഡും ഈ ഹൈപ്പോട്ടന്യൂസും വെച്ച് നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സൈൻ എടുത്താൽ പോരെ. സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ x/3 മീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നമ്മൾ ആ ട്രയാങ്കിളിൽ തന്നെ തീറ്റ കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. അതായത് ഇൻ ട്രയാങ്കിൾ AEC സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്താ? എക്സ്, ഹൈപ്പോട്ടന്യൂസ് 3. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു x/3. ഇനി എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 2.625 ഡിവൈഡഡ് ബൈ 3 കിട്ടും. അതിൻ്റെ ആൻസർ 0.875 ആണ്. ഇവിടെ ഞാൻ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അത്രയും ടൈം വെറുതെ പോകണ്ടല്ലോ, വേഗം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിർത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സ്റ്റെപ്പും എഴുതുമ്പോൾ ഓരോ സ്റ്റെപ്പും കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ വേണം എഴുതാൻ. കാരണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എക്സാം ഹോളിരിക്കുമ്പോൾ ഭയങ്കര വലിയൊരു കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ സൈൻ തീറ്റ 0.875. ഇത് നമുക്ക് തീറ്റ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.875. തീറ്റ ഇസ് ഈക്വൽ ടു 61.044 ഡിഗ്രി എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. തീറ്റ കിട്ടി. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ ട്രയാങ്കിളിൽ ഒരു അൺനോൺ ആംഗിൾ ഉണ്ടല്ലോ 5. ഈ 5 കണ്ടുപിടിക്കുക. കാരണം നമുക്ക് എക്സ് കിട്ടിയിട്ടുണ്ട്. 4 മൈനസ് ആ എക്സ് കുറച്ചാൽ ഈ സൈഡ് കിട്ടി. സെയിം സൈൻ ഫംഗ്ഷൻ ഇവിടെ കൊടുത്താൽ തന്നെ നമുക്ക് 5 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഈ ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ ട്രയാങ്കിൾ DFB sin phi is equal to 4 minus x/2. അതായത് 4 minus 2.625 divided by 2, that is equal to 1.375 divided by 2, that is equal to 0.6875 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഇതാണ് സൈൻ ഫൈ. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.6875. ഫൈ ഈസ് ഈക്വൽ ടു 43.4325 ഡിഗ്രി എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇതാണ് ഫൈയുടെ വാല്യൂ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? എക്സ് കിട്ടി, തീറ്റ കിട്ടി, ഫൈയും കിട്ടി. ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യം തന്നെ പ്രോബ്ലം തുടങ്ങിയപ്പോൾ പറഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളത് ഇതായിട്ട് പാരലായിട്ട് നിർത്തണം. അതിനു വേണ്ടി ഇവിടെ കൊടുക്കേണ്ട വെയിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇത് പാരലായിട്ട് നിൽക്കണമെങ്കിൽ ഈ 2 പോയിന്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. എന്നാൽ മാത്രമേ ഈ CD ABക്ക് പാരലായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇക്വിലിബ്രിയത്തിലാവണം എന്നൊരു കണ്ടീഷൻ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ പോയിന്റ് സിയിൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാം.
അപ്പോൾ കാരണം പോയിന്റ് സിയിൽ കൺസിഡർ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ വെയിറ്റ് അറിയാം, അപ്പോൾ സുഖമായിട്ട് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ അടുത്തതിൽ ഇത് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിന്റ് സിയിൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാം. അപ്പോൾ കൺസിഡർ ഇക്വിലിബ്രിയം ഓഫ് പോയിന്റ് സി. അവിടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ റഫായിട്ട് ഞാൻ വരക്കാം. ഇതാണ് നമ്മുടെ പോയിന്റ് സി. ഓക്കെ, ഈ സിയിൽ ഇങ്ങോട്ട് ആ മുകളിലേക്കുള്ള 3 മീറ്റർ ഇതുണ്ട്. അതെന്താണ്? ടെൻസൈൽ ഫോഴ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നേക്കണ പോലെ അത് ടെൻസൈൽ ഫോഴ്സ് ആണ്, സി എ. അപ്പോൾ നമുക്ക് ടി സി എ വെച്ചിട്ടത് മാർക്ക് ചെയ്യാം. ടി സി എ പുറത്തേക്ക് പോണ ഫോഴ്സ് ടി സി എ 3 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത്. പിന്നെ എന്താ മാർക്ക് ചെയ്യാനുള്ളത്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. തീറ്റ മീൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, തൽക്കാലം ഞാൻ തീറ്റ നിർണ്ണയാണ്. പിന്നെ താഴേക്ക് ഒരു 300 ന്യൂട്ടൺ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് 4 മീറ്റർ ഇതുണ്ട്. ഇതും എന്താണ്? ടെൻസൈൽ ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ടി സി ഡി എന്ന് മാർക്ക് ചെയ്യാം. ടി സി ഡി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ലെങ്ത് വൈ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടി സി എ ഉണ്ട്, 300 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ട്, ഇവിടെ ടി സി ഡി ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, തീറ്റ ആംഗിളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് 2 മെത്തേഡിൽ സോൾവ് ചെയ്യാം. അതായത് നമുക്ക് നോർമലായിട്ട് പഠിച്ച പോലെ തന്നെ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് വെച്ചിട്ട് ഹോറിസോണ്ടലി വെർട്ടിക്കലി സോൾവ് ചെയ്യാനും പറ്റും. പിന്നെ സെക്കൻഡ് ഓപ്ഷനാണ് ലാമിസ് തിയറം. ലാമിസ് തിയറം ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ ഇത് എളുപ്പമാണ്. അത് ആ തിയറം മനസ്സിലാക്കിയവർക്ക് വളരെ എളുപ്പമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാമിസ് തിയറം വെച്ച് സോൾവ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുമ്മാ ഇപ്പോൾ നമ്മൾ ഈ ടി സി എ കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ അല്ലാത്ത 2 ഫോഴ്സ് ഉണ്ടല്ലോ, അതായത് 300 ന്യൂട്ടണും ടി സി ഡിയും, ഇതിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ, അപ്പോൾ ടി സി എ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഈസ് ഈക്വൽ ടു ടി സി ഡി കൺസിഡർ ചെയ്യുമ്പോൾ ടി സി ഡി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഈ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ, അതായത് 90 പ്ലസ് അല്ലെങ്കിൽ 180 മൈനസ് തീറ്റ ചെയ്താൽ ഈ ആംഗിൾ കിട്ടും. അങ്ങനെ ഒരു സംഭവമാണ് ലാമിസ് തിയറം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് വെച്ചിട്ട് തന്നെ ഇത് സോൾവ് ചെയ്യാൻ പോണേണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെർട്ടിക്കലി ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് വെർട്ടിക്കലി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പോൾ അതാണ് സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ കൊടുത്ത് ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? ടി സി എ കോസ് തീറ്റ ഉണ്ട്, പിന്നെ 300 ന്യൂട്ടൺ ഉണ്ട്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ എടുത്തിട്ടും സൈൻ തീറ്റ കൺസിഡർ ചെയ്യാഞ്ഞത്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തീറ്റ അതായത് ഏത് ബേസ് ആയിട്ടാണോ ആംഗിൾ ഉണ്ടാക്കണത് അവിടെ നമ്മൾ കോസിൻ്റെ ടേംസിൽ എടുക്കാറുള്ളൂ. അത് ഹൊറിസോണ്ടൽ ആയാലും ശരി വെർട്ടിക്കൽ ആയാലും ശരി. ഇതിപ്പോൾ ഇവിടെ വെർട്ടിക്കലാണ് എന്നും പറഞ്ഞ് നമ്മൾ സൈൻ എടുക്കാറില്ല. കാരണം ഈ തീറ്റ ഇതിലേക്കാണ് മേക്ക് ചെയ്തേക്കണത്. അപ്പോൾ ഇത് കോസ് തന്നെ എടുക്കും നമ്മൾ. അപ്പോൾ കോസ് എടുക്കുമ്പോൾ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0, അതായത് ടി എ സി, നമ്മൾ ടി സി ആണ് എടുത്ത്, ടി സി എ കോസ് തീറ്റ മൈനസ് 300 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടുമാണ് വെർട്ടിക്കൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ടി സി എ കോസ് തീറ്റയുടെ വാല്യൂ എന്താ? 61.044 മൈനസ് 300 ഈസ് ഈക്വൽ ടു 0. ഇവിടെ ടി സി എ കോസ് 61.044 ഈസ് ഈക്വൽ ടു 300 കിട്ടും. ടി സി എ എന്ന് പറയണത് 300 ഡിവൈഡഡ് ബൈ കോസ് 61.044. ഇതിൻ്റെ ആൻസർ നമുക്ക് 619.58 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. നമുക്കിവിടെ ടി സി എ ടെൻസൈൽ ഫോഴ്സ് ഓഫ് എ സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇരിക്കുന്ന സീനെ ഹോറിസോണ്ടലിയും റിസോൾവ് ചെയ്യാൻ പോണെയാണ്. അപ്പോൾ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് ഹോറിസോണ്ടലി ചെയ്യുമ്പോൾ സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ ഹോറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? ടി സി ഡി ടെൻസൈൽ ഫോഴ്സ് ടി സി ഡി ഉണ്ട്, പിന്നെ ടി സി എ കോസ് നമ്മളെടുത്ത് ബാക്കി സൈൻ തീറ്റയും കിടപ്പുണ്ട്.
അപ്പോൾ ടി സി ഡി പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. അതുകൊണ്ട് നമ്മൾ ടി സി ഡി മൈനസ് ടി സി എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. അതായത് ടി സി ഡി മൈനസ് ടി സി എ സൈൻ 61.04 ഈക്വൽ ടു 0 കിട്ടും. ടി സി ഡി ഓൾറെഡി നമുക്ക് ടി സി ഡി അല്ല ടി സി എ അറിയാം. അപ്പോൾ ടി സി ഡി ഈസ് ഈക്വൽ ടു ടി സി എ സൈൻ 61.04. ടി സി ഡി ഈസ് ഈക്വൽ ടു 619.58, അതായത് ടി സി യുടെ വാല്യൂ ഇൻറ്റു സൈൻ ഓഫ് 61.04 കിട്ടും. അപ്പോൾ നമുക്ക് ടി സി ഡി എന്ത് എഴുതാം? ടി സി ഡി ഈസ് ഈക്വൽ ടു 542.11 ന്യൂട്ടൺ. ഇതാണ് ടി സി ഡിയുടെ വാല്യൂ. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ സിയിൽ ഹോറിസോണ്ടലിയും വെർട്ടിക്കലിയും റിസോൾവ് ചെയ്തപ്പോൾ ടി സി എയുടെ വാല്യൂ കിട്ടി, ടി സി ഡിയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ സീൽ ചെയ്ത പോലെ തന്നെ നമുക്ക് അപ്പുറത്തും ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യണം. അതായത് പോയിന്റ് ഡിയിൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ കൺസിഡർ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് ഓഫ് പോയിന്റ് ഡി. പോയിന്റ് ഡിയിൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അത് വരക്കാം. അപ്പോൾ ഇവിടുത്തെ സംഭവം ഇതാണ് നമ്മുടെ പോയിന്റ് ഡി. പിന്നെ നിങ്ങൾ എക്സാമിന് എടുക്കുമ്പോൾ സ്കെയിലൊക്കെ വെച്ച് വരക്കണേ. പിന്നെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ടെൻസൈൽ ഫോഴ്സ് പോയിട്ടുണ്ട് ടി ഡി ബി. ഇത് നമ്മുടെ ആംഗിൾ ഫൈ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള ഫോഴ്സ് അതായത് ടി സി ഡി തന്നെയാണിത്. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 542.11 ന്യൂട്ടൺ. പിന്നെ ഇതാണ് നമ്മുടെ കേസ്, വെയിറ്റ്. ഇവിടെയാണ് നമ്മുടെ വെയിറ്റ് വന്നത്. ഇനി ഇത് വൈ ആണ്, അറിയാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഹോറിസോണ്ടലി ഫോഴ്സ് എന്ത് ചെയ്യാം? റിസോൾവ് ചെയ്യാം. കാരണം നമ്മുടെ വെർട്ടിക്കലി ആണ് വെയിറ്റ് കിടക്കുന്നത്. വെർട്ടിക്കലി വെയിറ്റ് കിടപ്പുണ്ട്, വെർട്ടിക്കലി തന്നെ ടി ഡി ബി കോസ് ഫൈയും കിടപ്പുണ്ട്. രണ്ടും അൺനോൺ ആയതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഹോറിസോണ്ടൽ ആദ്യം തന്നെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആദ്യം ഹോറിസോണ്ടൽ സോൾവ് ചെയ്യുമ്പോൾ റിസോൾവിങ് ഹോറിസോണ്ടലി, അതായത് സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ടി ഡി ബി, ഇവിടെ നമ്മൾ സൈൻ ഫൈ ആണ് എടുക്കുന്നത്. കാരണം ഇത് ഇങ്ങോട്ട് ചാഞ്ഞെടുക്കുന്ന ആംഗിളാണ്, അതായത് ഇതിൽ നിന്ന് മേക്ക് ചെയ്തേക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഇത് കോസാണ്. അപ്പോൾ ഇതെന്താ? ഇത് സൈനാണ്. അപ്പോൾ ടി ഡി ബി സൈൻ ഫൈ മൈനസ് ഇങ്ങോട്ടുള്ള ഫോഴ്സ് ടി സി ഡി ഈസ് ഈക്വൽ ടു 0. ടി ഡി ബി സൈൻ ഫൈ minus 542.11 Newton is equal to 0. TdB sin phi is equal to 542.11 Newton. TdB is equal to 542.11 divided by sin phi, അതായത് 43.43. ടി ഡി ബിയുടെ വാല്യൂ നമുക്ക് 788.56 ന്യൂട്ടൺ എന്ന് കിട്ടും. 788.56 ന്യൂട്ടൺ. ഇനി നമ്മൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്യണം. വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. സിഗ്മ എഫ് വൈ 0 ആകുമ്പോൾ നമുക്കിവിടെ തന്നേക്കണ ഫോഴ്സുകൾ ടി ഡി ബി കോസ് ഫൈയും വെയിറ്റും ആണ്. ടി ഡി ബി കോസ് ഫൈ ഇപ്പോൾ ടി ഡി ബി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടി ഡി ബി കോസ് ഫൈ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0. ടി ഡി ബി ഇപ്പോൾ കണ്ടുപിടിച്ചത് 788.56 ഇൻറ്റു കോസ് 43.43 ഈസ് ഈക്വൽ ടു വെയിറ്റ്. ഇതാണ് വെയിറ്റ്. ഇതിൽ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ വെയിറ്റിൻ്റെ വാല്യൂ കിട്ടണത് 572.66 ന്യൂട്ടൺ ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈനൽ ആൻസർ. അപ്പോൾ ആ പോയിന്റ് ഡിന്ന് 572.66 ന്യൂട്ടൻ്റെ വെയിറ്റ്
ഹാങ് അല്ലെങ്കിൽ താഴേക്ക് ഇട്ടാൽ മാത്രമേ ആ ഒരു സി ഡി എ ബിക്ക് പാരലായിട്ട് നിൽക്കുള്ളൂ. ഇതിന് കൂടിയാലോ കുറഞ്ഞാലോ അത് പാരലായിട്ട് നിൽക്കൂല. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കണത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. കാരണം ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസും കുറേ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.